friends, welcome to Algeometry in Malayalam. Last video നമ്മൾ രണ്ട് ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ് ഫോം ചെയ്യുന്നത് അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ രണ്ട് ലൈൻസ്, അതായത് ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻസ് പാരലൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും, അതായത് ഈ പറഞ്ഞ ആംഗിൾസിനൊക്കെ, അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, പിന്നെ കോ ഇന്റീരിയർ ആംഗിൾസ്, ആംഗിൾസിൻ്റെ പ്രോപ്പർട്ടിക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പാരലൽ ലൈൻസ് എടുത്തിട്ടുണ്ട്, എല്ലും എമ്മും. ഈ രണ്ട് പാരലൽ ലൈൻസിനെ ഇന്റർസെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്വേഴ്സൽ ഉണ്ട്. അതിനെയാണ് ഞാൻ ഇവിടെ ടി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ 8 ആംഗിൾസ് ആണ് ഫോം ചെയ്യുന്നത്. 1 2 3 4 5 6 7 8. അപ്പോൾ ഇതിൽ നമുക്കറിയാം കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണെന്നും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണെന്നും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സ് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിനെ പി എന്നും ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിനെ ക്യൂ എന്നും നോക്കുകയാണെങ്കിൽ പി പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ അപ്പർ പോർഷനിലാണ് 1 എന്ന് പറയുന്ന ആംഗിൾ ഉള്ളത്. അപ്പോൾ സെയിം ക്യൂ പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ അപ്പർ പോർഷനിലാണ് ആംഗിൾ 5 ഉള്ളത്. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 5ഉം വൺ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇനി പി പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ ലോവർ പോർഷനിലുള്ള ആംഗിൾ ആണ് 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യൂ പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ ലോവർ പോർഷനിലുള്ള ആംഗിൾ ആണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ 2ഉം 6ഉമാണ് അനദർ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ. ഇനി സെയിം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പി പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് 4ഉം 8ഉം. അതുപോലെ ട്രാൻസ്വേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ ലോവർ പോർഷനിലുള്ള കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ 3ഉം ആംഗിൾ 7. ഇനി പാരലൽ ലൈൻസ് ആകുന്ന കേസിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 5 ആകും. അതുപോലെ ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 6, ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 8, ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 7. അപ്പോൾ ഈ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം പരസ്പരം ഈക്വൽ ആയിരിക്കും പാരലൽ ലൈൻസ് ആകുന്ന കേസിൽ. ഇനി ഇതിന് പ്രൂഫില്ല, കാരണം ഇതൊരു ആക്സിയമാണ്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ആക്സിയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്സിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൂഫ് ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ്സിനാണ് നമ്മൾ ആക്സിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ആക്സിയമാണ്, കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ആക്സിയം ഞാൻ എഴുതാം. അപ്പോൾ ഇതാണ് ആക്സിയം. ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട്സ് ദ പാരലൽ ലൈൻസ് then each pair of corresponding angles are equal. ഇനി ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ നമ്മൾ നേരെ തിരിച്ചു പറയുന്നത്, അതായത് ഈഫ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ആവും, കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ഈഫിലോട്ട് വരും, അതായത് സ്റ്റാർട്ടിങ്ങിലേക്ക് വരും. അതാണ് കോൺവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കോൺവേഴ്സ് എങ്ങനെയായിരിക്കും? ഈഫ് ഈച്ച് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ദെൻ ദ ലൈൻസ് വിൽ ബി പാരലൽ. അതായിരിക്കും ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോൺവേഴ്സും ഞാൻ എഴുതാം. അപ്പൊ ഇതാണ് ആക്സിയത്തിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത്. If a transversal intersects two lines such that a pair of corresponding angles are equal, then the two lines are parallel to each other. ഇനി ഈ ആക്സിയം യൂസ് ചെയ്തിട്ട് നമുക്കൊരു തിയറം പറയാൻ പറ്റും. തിയറം എന്താന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ ലൈൻസിന് ഒരു ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇതാണ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് തിയറം. ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട്സ് ടു പാരലൽ ലൈൻസ് ദെൻ ഈച്ച് പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അതായത് രണ്ട് പാരലൽ ലൈൻസിന് ഒരു ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇനി ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം, കാരണം ഇതൊരു തിയറമാണ്. ഇപ്പോൾ തിയറം ആണെങ്കിൽ നമുക്ക് എന്തായാലും അതിനൊരു പ്രൂഫും വേണം. അപ്പോൾ ഈ പ്രൂഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സിയം. അപ്പോൾ ഇത് ഏത് കേസിലായാലും തിയറം പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു ആക്സിയമിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ സ്റ്റേറ്റ് ചെയ്ത ആക്സിയം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ
ആക്സിയമായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നേരത്തെ പറഞ്ഞു പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആംഗിൾ 1 എന്ന് പറയുന്നത് ആംഗിൾ 5 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 5, ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 5. ഇനി നമുക്കറിയാം ആംഗിൾ 1 എന്ന് പറയുന്നത് ആംഗിൾ 3ക്ക് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താ? ആംഗിൾ 1ഉം ആംഗിൾ 3യും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആംഗിൾ 1 എന്ന് പറയുന്നത് ആംഗിൾ 3ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ, ആംഗിൾ 1 ആംഗിൾ 5 ഈക്വൽ ആണ്, ആംഗിൾ 1 ആംഗിൾ 3ക്കും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ 5ഉം ആംഗിൾ 3യും രണ്ട് ആംഗിളും ആംഗിൾ 1 ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആംഗിൾ 5 എന്ന് പറയുന്നത് ആംഗിൾ 3ക്കും ഈക്വൽ ആയിരിക്കും. കാരണം ആംഗിൾ 5ഉം ആംഗിൾ 3യും ഒരു കോമൺ ആംഗിളിന് ഈക്വൽ ആണ്, ആംഗിൾ 1 ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആംഗിൾ 5ഉം ആംഗിൾ 3യും പരസ്പരവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 5, ആംഗിൾ 3യും ആംഗിൾ 5ഉം അല്ലേ ഈ പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 3. അപ്പോൾ 1 പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് നമുക്ക് ഇങ്ങനെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അടുത്ത പെയർ ഓഫ് ആംഗിൾസ്, അതായത് ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 8, അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 8 ആണ്. കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 8 ആയിരിക്കും. അപ്പോൾ ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 8. ഇനി ആംഗിൾ 4 എന്ന് പറയുന്നത് ആംഗിൾ 2നും ആംഗിൾ 4ഉം ആംഗിൾ 2ഉം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെഴുതാൻ പറ്റും? ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 2. ഇനി ആംഗിൾ 8 എന്ന് പറയുന്നതും ആംഗിൾ 4ന് ഈക്വൽ ആണ്, ആംഗിൾ 2ഉം ആംഗിൾ 4ന് ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഒരു കോമൺ ആംഗിളിന് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 8. അപ്പോൾ ഇങ്ങനെ നമുക്ക് അടുത്ത പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്ര പറഞ്ഞ പോലെ ഈ തിയറത്തിന്റെ കോൺവേഴ്സും ട്രൂ ആയിരിക്കും. കോൺവേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇഫ് each pair of alternate interior angles are equal, then the lines will be parallel. If each pair of alternate interior angles are equal, then the lines will be parallel. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതൊരു തിയറമായിട്ട് പറഞ്ഞിരിക്കുന്നത്, if a transversal intersects two lines such that a pair of alternate interior angles is equal, then the two lines are parallel. ഇതാണ് ഈ പറഞ്ഞ തിയറത്തിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അടുത്ത രണ്ട് തിയറവും ഉണ്ട്, പക്ഷെ ഈ തിയറത്തിന്റെ പ്രൂഫ് ടെക്സ്റ്റ് ബുക്കിലില്ല, സിലബസിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ തിയറം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത രണ്ട് തിയറം കോ ഇന്റീരിയർ ആംഗിൾസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. ഇതാണ് അടുത്ത തിയറം എന്ന് പറയുന്നത്. If a transversal intersects two parallel lines, then each pair of interior angles on the same side of transversal is supplementary. അതായത് രണ്ട് പാരലൽ ലൈൻസിന് ഒരു ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ ഉണ്ടാകുന്ന ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ഈ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ നമ്മൾ മറ്റൊരു പേര് നേരത്തെ പറഞ്ഞിരുന്നു, കോ ഇന്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻസ് പാരലൽ ആണെങ്കിൽ ഫോം ചെയ്യുന്ന കോ ഇന്റീരിയർ ആംഗിൾസ് എപ്പോഴും സപ്ലിമെന്ററി ആയിരിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന തിയറം. അപ്പോൾ അതിന് പ്രൂഫ് ഇല്ല, അത് സിലബസിലില്ല പ്രൂഫ്. ഇനി ഇതിന്റെ കോൺവേഴ്സും ട്രൂ ആയിരിക്കും. ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് ഇഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ഈസ് സപ്ലിമെന്ററി, ദെൻ ദ ലൈൻസ് വിൽ ബി പാരലൽ. അപ്പോൾ ഇതിന്റെ കോൺവേഴ്സും ട്രൂ ആയിരിക്കും. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട്സ് ടു ലൈൻസ് സച്ച് ദാറ്റ് എ പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ഈസ് സപ്ലിമെന്ററി, ദെൻ ദ ടു ലൈൻസ് ആർ പാരലൽ. അപ്പോൾ
അപ്പോൾ ഈ സെക്ഷനിൽ, അതായത് പാരലൽ ലൈൻസ് ആൻഡ് ട്രാൻസ്വേഴ്സലിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് 2 ആക്സിയമും പിന്നെ 4 തിയറംസുമാണ്. അപ്പോൾ ഈ തിയറമും ആക്സിയമും വെച്ചിട്ടുള്ള എക്സാമ്പിൾസും പ്രോബ്ലംസും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ, ഹാപ്പി ലേണിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, ഹാപ്പി ലേണിംഗ്.